നമുക്ക് ആരംഭിക്കാം. പുതിയ ടോപ്പിക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പോർട്സൊക്കെ ഏകദേശം എടുത്ത് ഫിഫ വേൾഡ് കപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ ടോപ്പിക്കിലേക്കാണ്, പക്ക സിലബസാണ് നമ്മളൊന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നോക്കിയോ, ഹെഡിങ് വായിച്ചായിരുന്നല്ലോ, ശാസ്ത്ര സാങ്കേതിക മേഖലയാണ് പറയാൻ പോകുന്നത്. സിലബസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ISRO നമുക്കറിയാം, ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന സ്ഥാപനമാണ് ഏത്? ISRO. യെസ്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് നിങ്ങൾ മെയിൻ ഹെഡിങ് കൊടുക്കണം. തൊട്ട് താഴെ സബ് ഹെഡിങ് കൊടുക്കൂ, ISRO എന്ന് ഹെഡിങ് കൊടുക്കണം. ISRO അറിയാവുന്നവർ ISROയുടെ പൂർണ്ണ രൂപം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ISROയുടെ പൂർണ്ണ രൂപം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISROയുടെ പൂർണ്ണ രൂപം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? മേഘ ഗുഡ് മോർണിംഗ്. യെസ്, കാണുന്നുണ്ട്. യെസ്, സന്തോഷം, എത്തിയതിൽ വളരെ സന്തോഷം. യെസ്, ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നമ്മൾ ISROയിൽ നിന്നാണ് തുടങ്ങുന്നത്. ISRO രൂപീകൃതമായത് വർഷം നമുക്ക് പറയാം. ISROയുടെ പൂർണ്ണ രൂപം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അപ്പോൾ ISRO എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ പൂർണ്ണ രൂപം ഒന്ന് എഴുതി വെച്ചോ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ISRO എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം, നോട്ട് എഴുതി എത്തുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് എന്ന് നമുക്കറിയാം. എഴുതിയല്ലോ ഫസ്റ്റ് പോയിൻ്റ്. യെസ്, തൊട്ട് താഴെ രണ്ടാമത്തെ പോയിൻ്റ് എഴുതിക്കോ. ISRO രൂപീകൃതമായ വർഷം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കമൻറ്റ് ചെയ്ത് കൂടെ പഠിച്ചങ്ങ് പോകാം നമുക്ക്. ISRO രൂപീകൃതമായ വർഷം എന്നാണ്. യെസ്, ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ISRO രൂപീകൃതമായ വർഷം. ISRO രൂപീകൃതമായ വർഷം ആർക്കെങ്കിലും അറിയാമോ? ISRO രൂപീകൃതമായ വർഷം. യെസ്, കമൻറ്റ് ചെയ്യാമോ? യെസ്, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് മാസം 15. 1969 ഓഗസ്റ്റ് 15. ഓക്കെ ആണോ? ജസ്റ്റ് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ബേസ് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 1969 ആഗസ്റ്റ് 15 രൂപീകൃതമായത്. തൊട്ട് താഴെ എഴുതിക്കോ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര്. ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് എന്താണ്? അല്ലെങ്കിൽ എവിടെയാണ് ISROയുടെ ആസ്ഥാന മന്ദിരം? യെസ്, ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുമോ? ISROയുടെ ആസ്ഥാനം എവിടെയാണ്? പ്രീവിയസ് ചോദ്യങ്ങളാണ് അതൊക്കെ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് എന്താണ്? യെസ്, ആരുമില്ലയോ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ISROയുടെ ആസ്ഥാന മന്ദിരം എവിടെയാണ്? യെസ്, ISROയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ് എന്ന് ഓർത്തു വച്ചേക്കുക. ബാംഗ്ലൂർ കർണാടകയിലാണ്. ഓക്കെ ആണല്ലോ? ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരുണ്ട്. ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരാണ്, ഇതാ നോക്കൂ, അന്തരീക്ഷ ഭവൻ എന്ന് നമ്മൾ പറയും. ഏതാണ്? അന്തരീക്ഷ ഭവൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ പറഞ്ഞ പോയിന്റുകൾ? ഓക്കെ ആണോ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? യെസ് ഓർ നോ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്താണ് സംഭവം എന്ന്? എന്താണ് ഫൗസി, എന്താ ഡൗട്ട് എന്നൊന്ന് ചോദിക്കൂ. എന്താണ് ഡൗട്ട്? നമ്മളെ ശാസ്ത്ര സാങ്കേതിക, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നോട്ടൊന്ന് സെറ്റ് ചെയ്തിരുന്നാൽ മതി, ഒന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ആ ശാസ്ത്ര സാങ്കേതിക മേഖല പറഞ്ഞു തുടങ്ങി. ആദ്യം നമ്മൾ ISROയിൽ നിന്നാണ് തുടങ്ങിയത്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO എന്ന് ഞാൻ പറഞ്ഞു. ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് 15 എന്ന് നമ്മൾ ഓർത്തെടുത്തു. ISROയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് അന്തരീക്ഷ ഭവൻ എന്നാണ്. അന്തരീക്ഷ ഭവൻ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബാംഗ്ലൂരാണ്. ഇത്ര പോയിന്റുകളെ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിളല്ലേ? പെയ്യെ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ. ഓക്കെ ആണോ? ഫൗസി ഓക്കെ ആണോ പറഞ്ഞ പോയിന്റുകൾ? ഓക്കെ. യെസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഡൗട്ട് ഒന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? ഇത്രയാണ് ആദ്യത്തെ ബേസ് ചോദ്യങ്ങൾ. ആസ്ഥാനം എവിടെയാണ്? അത് രൂപീകൃതമായ വർഷം എന്നാണ്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. കിട്ടുമല്ലോ? അപ്പോൾ കേട്ടോളാം. അപ്പോൾ ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് 15. കിട്ടുമല്ലോ? യെസ്, ഓഗസ്റ്റ് 15 രൂപീകൃതമായതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ISRO ആസ്ഥാനം വന്നിട്ട് അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ് എന്ന് നമ്മളും പറഞ്ഞു. ISRO അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞു. തൊട്ട് താഴെ അടുത്ത പോയിന്റ്, ISROയുടെ ആദ്യ ചെയർമാൻ ആര് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ആർക്കെങ്കിലും അറിയാമോ ISROയുടെ ആദ്യ ചെയർമാൻ്റെ പേര്? ആദ്യ ചെയർമാൻ്റെ പേര് നോക്കൂ, വിക്രം സാരാഭായ്. ഓക്കെ, ISROയുടെ ആദ്യ ചെയർമാൻ്റെ പേര് വിക്രം സാരാഭായ് എന്നാണ്.
അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. നമ്മൾ പറഞ്ഞു എഴുതിയെത്തിയായിരുന്ന ISRO ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. പിന്നെ നമ്മൾ പോയി ISRO രൂപീകൃതമായ വർഷം നമ്മൾ പരിചയപ്പെട്ടു. 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് അത് രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് അന്തരീക്ഷ ഭവൻ എന്നാണ്. അത് കർണാടകയിലെ ബാംഗ്ലൂരാണ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റാണ്, ഇവിടെ നിന്നാണ് നമ്മളെ കണക്ഷൻ വിട്ടുപോയത്. അപ്പോൾ നോക്കിയോ, ISROയുടെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് വിക്രം സാരാഭായി ആയിരുന്നു, ഓർത്തു ചെയ്യുക. അവസാനമായിട്ട് ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാനായിരുന്ന വ്യക്തിയായിരുന്നു വെച്ചാൽ ദ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആളുടെ പേര് സതീഷ് ധവാൻ എന്നാണ് എന്നുകൂടി ഓർത്തു ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം 12 വർഷക്കാലം 1972 മുതൽ 84 വരെ ഏകദേശം 12 വർഷക്കാലം ISROയുടെ ചെയർമാനായിരുന്ന വ്യക്തിയായിരുന്നു ആര് നമ്മുടെ സതീഷ് ധവാൻ എന്നുകൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ 2 മിനിറ്റ് ഒന്ന് നോക്കിയാണ് സംഭവങ്ങൾ. നിങ്ങൾ നോക്കൂ, പറഞ്ഞ സംഭവങ്ങൾ മനസ്സിലായ സംഭവങ്ങൾ എഴുതിയെത്തിയ യെസ്, ആരും അനക്കമില്ല, കമൻറ്റ് ചെയ്യൂ. എഴുതിയെത്തുന്നുണ്ടോ? ഫൗസി ഫെമി മുസ്തഫ യെസ്, ഓക്കെയാണ്. പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ D എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. D എന്ന് ഡൗട്ടിൻ്റെ D മാത്രം ടൈപ്പ് ചെയ്താൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ദീപ്തി ഓക്കെയാണ്, ആരതി കൃഷ്ണൻ ഓക്കെയാണ്. യെസ്, വളരെ സന്തോഷം. ഓക്കെ അല്ലോ, കത്തി നിൽക്കണം പോയിന്റുകൾ. ക്ലിയർ അല്ലേ പറഞ്ഞ പോയിന്റുകൾ? അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റുകളിലേക്ക് പോകാം. ഇതാ നോക്കിയോ, കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായിയും ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാനായിരുന്ന വ്യക്തി മേഘ ഡൗട്ട് പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് മേഖല എന്താണ്? നമ്മൾ സിമ്പിളായിട്ടാണ് പറഞ്ഞത്, നോട്ട് മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി. ISRO ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി. ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് 15. ISROയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് കൂടെ മനസ്സിലങ്ങ് പറഞ്ഞാൽ മതി, വിക്രം സാരാഭായി. ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാനായിരുന്ന വ്യക്തി സതീഷ് ധവാൻ. ഇത്ര പോയിന്റുകളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അതിൽ ഒരു ഡൗട്ടും ആവശ്യമില്ല. ഓക്കെയാണോ? മേഘയ്ക്ക് ഓക്കെയാണോ? സിമ്പിൾ, കൂടെ നോട്ട് മാത്രം വായിച്ചങ്ങ് പോയാൽ മതി. ഓക്കെ മേഘ, മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ പോകാം, നമുക്ക് ബാക്കി പോകാം. അടുത്ത ചോദ്യം നമുക്ക് പറയാം. ആദ്യത്തെ ചെയർമാനെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തിയെ പറഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ISROയുടെ നിലവിലെ ചെയർമാനാര്. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. ISROയുടെ നിലവിലെ ISRO ചെയർമാൻ്റെ പേര്. യെസ്, അപ്പോൾ പേര് ഒരു കാരണവശാലും മറന്നുപോയത് ഡോക്ടർ S സോമനാഥ് ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ആരാണ്? ഡോക്ടർ S സോമനാഥ് ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. യെസ്, കമൻറ്റ് ചെയ്തു, കണ്ടായിരുന്നു ഞാൻ. സോമനാഥ് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ സഹിതം പഠിച്ചു വെച്ചേക്കുക. സോമനാഥ് ആയിരക്കണക്കിന് സോമനാഥം ഉണ്ട് കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് കേട്ടോ. അപ്പോൾ ഇത് S സോമനാഥാണ്, ഡോക്ടർ S സോമനാഥാണ്. ഇനിഷ്യൽ സഹിതം പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ അല്ലോ? യെസ്. ഈ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? ഡോക്ടർ S സോമനാഥിൻ്റെ പ്രത്യേകത ബ്രാക്കറ്റ് എഴുതിക്കൊള്ളണം, അദ്ദേഹം മലയാളിയാണ്. ഓക്കെ, അദ്ദേഹം മലയാളിയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. കിട്ടുമല്ലോ? ഓക്കെ, S സോമനാഥ് ബ്രാക്കറ്റിൽ മലയാളിയാണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ എന്ന് നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഫൗസിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഡോക്ടർ S സോമനാഥ് മലയാളി എന്ന് പറഞ്ഞല്ലോ, ഏത് ജില്ലക്കാരനാണ്? ജില്ല ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അദ്ദേഹം ഏത് ജില്ലക്കാരനാണ്? സബ് പോയിന്റ് എഴുതിയാൽ മതി. ഡോക്ടർ സോമനാഥ്. ഫെമി മുസ്തഫ പറഞ്ഞ കറക്റ്റാണ്. യെസ്, ഉത്തരം ആലപ്പുഴ സ്വദേശിയാണ്. യെസ്, ആലപ്പുഴ സ്വദേശി. ആലപ്പുഴ ബ്രാക്കറ്റ് തുറന്നു വെച്ചിട്ട് ആലപ്പുഴയിലെ ഏത് സ്ഥലത്താണ് ജനിച്ചതെന്നൊന്ന് പറയാമോ? ആലപ്പുഴ. ഇഷ്ടപ്പെട്ട സ്ഥലം കമൻറ്റ് ചെയ്യൂ. ISRO ചെയർമാനായ ഡോക്ടർ S സോമനാഥ് ആലപ്പുഴ ഏത് സ്ഥലത്തെ വ്യക്തിയാണ്? ഏത് സ്ഥലത്തെയാണ് സ്വദേശം എന്ന് ചോദിച്ചാലോ? ആലപ്പുഴയിൽ ഇഷ്ടപ്പെട്ട സ്ഥലം പറയാമോ? ആലപ്പുഴയിൽ ഇഷ്ടപ്പെട്ട സ്ഥലം പറയൂ, കമൻറ്റ് ചെയ്യാമോ? ആലപ്പുഴയിൽ ഇഷ്ടപ്പെട്ട സ്ഥലം ആലപ്പുഴ. ബ്രാക്കിൽ എഴുതിക്കൊള്ളണം, ചേർത്തല സ്വദേശി. ഓക്കെ, ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് ഡോക്ടർ S സോമനാഥ്. ക്ലിയർ അല്ലേ? വീണ്ടും സബ് പോയിന്റ് എഴുതിയിരിക്കുമോ? ഇദ്ദേഹം ISROയുടെ എത്രാമത് ചെയർമാനാണ്? അതാണ് നമ്പർക്ക് വേണ്ടത്. ആ നമ്പർ വേണം കേട്ടോ. ISROയുടെ എത്രാമത് ചെയർമാനാണ് ഡോക്ടർ S സോമനാഥ്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഫെമി മുസ്തഫ ഫൗസി പറയുന്ന കറക്റ്റാണ്. യെസ്, ISROയുടെ 10ാമത് ചെയർമാനാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി വയ്ക്കണം. ISROയുടെ 10ാമത് ചെയർമാനാണ് ഡോക്ടർ S സോമനാഥ് എന്ന് അവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? ഒരു പോയിന്റ് കൂടെ തൊട്ട് എഴുതിക്കോ. യെസ്, ഇദ്ദേഹം മലയാളിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ PSC ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഡോക്ടർ S സോമനാഥ് ISROയുടെ എത്രാമത് മലയാളി ആയിട്ടുള്ള ചെയർമാനാണ് എന്ന് ചോദിച്ചാലോ? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഫൗസി ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഫൗസി, ഫെമി മുസ്തഫ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ISROയുടെ എത്രാമത് മലയാളി ചെയർമാനാണ് ഡോക്ടർ S സോമനാഥ്? എത്രാമത് മലയാളി? ഫെമി മുസ്തഫ റോങ് ആൻസർ. ദീപ്തി DP പറയുന്നു 6ാമത്. തെറ്റാണ്. ഫെമി മുസ്തഫ 3 ആണെന്ന് പറയുന്നു. തെറ്റാണ്. ഉത്തരം 5 ആണ്. ഓക്കെ,
ISRO ചെയർമാനാകുന്ന 5ാമത് മലയാളിയാണ് ആര്? ഡോക്ടർ എസ് സോമനാഥ് എന്നുകൂടി അവിടെ നിന്ന് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ തന്നെ? പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ തന്നെ? ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വരാം. നിങ്ങൾ നോട്ട് ബുക്കിൽ കൂടെ പേന ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടാൽ മതി. എഴുതിയിരിക്കുന്ന നോട്ടുകൾ ക്ലിയർ ആണോ എന്ന് നോക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ പുതിയ ചെയർമാൻ തൊട്ട് പറയാം. യെസ്. അപ്പോൾ ISROയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് സോമനാഥ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ എസ് സോമനാഥ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി വെച്ചു. അദ്ദേഹം ഒരു മലയാളിയാണ് എന്ന് നമ്മൾ എഴുതി വെച്ചു. മലയാളി ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന് പഠിക്കേണ്ടി വന്നു അദ്ദേഹം ഏത് ജില്ലക്കാരനാണ്. അദ്ദേഹം ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് എന്നുകൂടി ഓർത്തു വച്ചേക്കുക. അദ്ദേഹം ISROയുടെ നിലവിലെ എത്രാമത് ചെയർമാനാണെന്ന് ചോദിച്ചാൽ 10ാമത് ചെയർമാനാണ്. നേരെ അതിൻ്റെ പകുതി 5ാമത് മലയാളി ISRO ചെയർമാനുമാണ്. ഇത്ര പോയിന്റുകളാണ് പറഞ്ഞത്. ക്ലിയർ ആണോ പറഞ്ഞ പോയിന്റുകൾ? ഓക്കെ ആണോ പറഞ്ഞ പോയിന്റുകൾ? യെസ് കിട്ടോ? തരുന്ന അതേ ഓർഡറിലങ്ങ് പഠിച്ചാൽ മതി. ഫൗസിക്ക് ഓക്കെയാണ്. ഫെമി മുസ്തഫ യെസ് ആണ്. യെസ് ഫെമി മുസ്തഫ. ദീപ്തിക്ക് ഓക്കെയാണ്. യെസ്. സിമ്പിൾ പോയിന്റുകൾ നിങ്ങൾ കൂടെ തരുന്ന അതേ ഓർഡറിലങ്ങ് പഠിച്ചെടുത്താൽ മതി. കിട്ടുമല്ലോ? യെസ്. അപ്പോൾ പോകാമല്ലോ അടുത്ത പോയിന്റുകളിലേക്ക്. യെസ്. അപ്പോൾ അത് അടുത്തൊന്ന് ശ്രദ്ധിച്ചോളൂ. യെസ്. അടുത്ത പോയിന്റ് എഴുതിക്കൊള്ളണം. അടുത്തിടെ പിൻവലിച്ച യെസ്. അടുത്തിടെ പിൻവലിച്ച ISRO ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിൻ്റെ ആത്മകഥയുടെ പേര്. അടുത്തിടെ പിൻവലിച്ച ഡോക്ടർ എസ് സോമനാഥ്, ISRO ചെയർമാനായിട്ടുള്ള ഡോക്ടർ എസ് സോമനാഥിൻ്റെ ആത്മകഥയുടെ പേര്. അടുത്തിടെ പിൻവലിച്ച ഡോക്ടർ എസ് സോമനാഥിൻ്റെ ആത്മകഥ അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിയുടെ പേര് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. അടുത്തിടെ പിൻവലിച്ച ഡോക്ടർ എസ് സോമനാഥിൻ്റെ ആത്മകഥയുടെ പേര്. യെസ്. ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാമോ? എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ ഒരുപാട് വിവാദം സൃഷ്ടിച്ചതാണ്. അത് കാരണം ആ പുസ്തകം നമുക്ക് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. യെസ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ആർക്കെങ്കിലും അറിയാമോ? ഫെമി മുസ്തഫ, ആരതി, ഫൗസി നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. കമൻറ്റ് ചെയ്യൂ. ഡോക്ടർ എസ് സോമനാഥിൻ്റെ ആത്മകഥയുടെ പേര് ഓട്ടോബയോഗ്രഫിയുടെ പേര്. യെസ്. അപ്പോൾ അത് എഴുതി വെച്ചോ. ആത്മകഥയുടെ പേര് നോക്കൂ. നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥ എഴുതിയ വ്യക്തി ആര് എന്നാണ് നമ്മുടെ ചോദ്യം. നിലാവ് കുടിച്ച സിംഹങ്ങൾ. അടുത്തിടെ പിൻവലിച്ച ഡോക്ടർ എസ് സോമനാഥിൻ്റെ ആത്മകഥയുടെ പേര് നിലാവ് കുടിച്ച സിംഹങ്ങൾ. എന്തുകൊണ്ടാണ് ആ പുസ്തകം പിൻവലിച്ചത് എന്ന് ആർക്കെങ്കിലും അറിയാമോ? അത് എന്താണ് കാര്യമെന്ന് വെച്ചാൽ ISROയ്ക്ക് തൊട്ട് മുമ്പിരുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ എസ് സോമനാഥിന് തൊട്ട് മുമ്പിരുന്ന 9ാമത് ISRO ചെയർമാനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. K. ശിവൻ എന്ന് പറയും. യെസ്. ശിവൻ കറക്റ്റാണ്. ഏത് ശിവൻ എന്ന് ഫൗസി പറഞ്ഞില്ല. ശിവൻ, കോടിക്കണക്കിന് ശിവനുണ്ട്. K. ശിവനായിരുന്നു ISRO ചെയർമാൻ കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇരുന്ന സമയത്താണ് അപ്പോൾ അദ്ദേഹം ഇരുന്ന സമയത്താണ് ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണം നടക്കുന്നത്. അപ്പോൾ ആ ചന്ദ്രയാൻ 2ൻ്റെ വിക്ഷേപണം ഭാഗികമായിട്ട് പരാജയമായിരുന്നു. അപ്പോൾ ആ പരാജയത്തിന് പിന്നിൽ K. ശിവൻ്റെ പെട്ടെന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു, എടുപിടി എന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള കണ്ടൻറ്റുകൾ ഡോക്ടർ എസ് സോമനാഥ് നിലാവ് കുടിച്ച സിംഹങ്ങളിൽ എഴുതി ചേർത്തു. അത് ഇന്ത്യയിൽ ഒരുപാട് വിവാദം സൃഷ്ടിച്ചു. അത് കാരണം കാലക്രമേണ ഇപ്പോൾ ആ പുസ്തകം അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. ആ പുസ്തകം എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ എസ് സോമനാഥിൻ്റെ ആത്മകഥയുടെ പേര് നിലാവ് കുടിച്ച സിംഹങ്ങൾ. ഓക്കെ തന്നെ? ഓക്കെ ആണോ? പറഞ്ഞ കഥകൾ സിമ്പിളായിട്ട് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നിലാവ് കുടിച്ച സിംഹങ്ങൾ. ക്ലിയർ അല്ലേ? ഇതിൽ നിന്നാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അതാ നോക്കൂ. ആ പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് പഠിക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാണ്. നിലാവ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മളിങ്ങ് എടുക്കുകയാണ്. ഓക്കെ ആണോ? നിലാവ് എന്ന് പറയുന്ന നിലാവ് കുടിച്ച സിംഹങ്ങളിൽ ആ നിലാവ് ഇങ്ങെടുക്കുകയാണ്. ഓക്കെ. കേരളത്തിൽ നിലാവ് എന്ന പേരിൽ ഒരു പദ്ധതിക്ക് തുടക്കം ഇട്ടിട്ടുണ്ട്. അതാരാണ് നിലാവ് പദ്ധതിക്ക് തുടക്കമിട്ടത്? KSEB ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. നമ്മുടെ KSEB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്, കേരള വൈദ്യുത വകുപ്പാണ് നിലാവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ എന്താണ് പദ്ധതി എന്ന് ഓർത്തു വെച്ചേക്കുക. ആർക്കെങ്കിലും അറിയാമോ? KSEBയുടെ നിലാവ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. KSEBയുടെ നിലാവ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടാണ്? അപ്പോൾ തൊട്ട് എഴുതിക്കോ. കേരളത്തിലെ തെരുവ് വിളക്കുകൾ അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ്സ് LED ആക്കുന്ന പദ്ധതിയുടെ പേര്. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടി തെരുവ് വിളക്കുകൾ LED ആക്കുന്ന പദ്ധതിയുടെ പേര് എന്നാണ് നമ്മുടെ ചോദ്യം. പദ്ധതിയുടെ പേര് എഴുതി വെച്ചോ. എന്താണ് പദ്ധതിയുടെ പേര്? നിലാവ് എന്നാണ്. ഓക്കെ ആണോ? ആ പുസ്തകത്തിൽ ഓട്ടോബയോഗ്രഫി നമ്മൾ 3-4 ക്വസ്റ്റ്യൻ പഠിക്കും. സിമ്പിളായിട്ട് പഠിച്ചു വെച്ചേക്കും. ഓക്കെ ആണോ? എഴുതിയെത്തുന്നുണ്ടോ? നോട്ട് ക്ലിയർ ആണോ നോക്കൂ. കേരളത്തിലെ തെരുവ് വിളക്കുകൾ LED ആക്കുന്ന KSEBയുടെ പദ്ധതിയുടെ പേര് ചോദ്യചിഹ്നം. യെസ്.
പദ്ധതിയുടെ പേര് നിലാവ് എന്നാണ്. എഴുതിയെത്തുന്നുണ്ടോ? കേരളത്തിലെ തെരുവിളക്കുകൾ LED ആക്കുന്ന പദ്ധതിയുടെ പേര് നിലാവ്. ആരതി കൃഷ്ണൻ ഓക്കെയാണ്, ഫൗസി എസ് ആണ്, ആരതി എസ് ആണ്, ഫൗസി ഓക്കെയാണ്. യെസ്, അപ്പോൾ കൂടെ എഴുതി വരിക. യെസ്, ക്ലിയർ ആണല്ലോ. യെസ്, അടുത്ത നമ്മൾ KSEB തന്നെയാണ് പോകുന്നത് കേട്ടോ. ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുമ്പോഴും അതിൻ്റെ അകത്ത് വരുന്ന അഡീഷണൽ പോയിന്റ് കൂടെ ഞാൻ തന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ തെരുവിളക്കുകൾ LED ആക്കുന്ന പദ്ധതിയുടെ പേര് നിലാവ് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തൊട്ട് താഴെ അടുത്ത പോയിന്റ് എഴുതിക്കോ. കേരളത്തിൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉള്ള വൈദ്യുതി. കേരളത്തിൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി. കേരളത്തിൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി. കേരളത്തിൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. കേരളത്തിൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി KSEB ആരംഭിച്ച പുരപ്പുറ സൗരോർജ പദ്ധതിയുടെ പേര്. പുരപ്പുറ സൗരോർജ പദ്ധതിയുടെ പേര്. പുരപ്പുറം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ റൂഫ്, മനസ്സിലാവുന്നുണ്ടോ? വീട്ടിലെ ആവശ്യത്തിനുള്ള വൈദ്യുതി വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വീട്ടിൻ്റെ മേൽക്കൂരയിൽ, അതാണ് ഞാൻ പുരപ്പുറ എന്ന് പറഞ്ഞത് കേട്ടോ. പുരപ്പുറ സൗരോർജ പദ്ധതി നിങ്ങൾ എഴുതണം. ഓക്കെ, വീട്ടിൻ്റെ മേൽക്കൂരയിൽ തന്നെ എന്തു ചെയ്യും? സോളാർ പാനലുകൾ സ്ഥാപിച്ച് അതിൽ നിന്ന് വീട്ടിനാവശ്യമായ വൈദ്യുതി എടുക്കാൻ വേണ്ടി KSEB ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ പദ്ധതിയും കൂടെ പഠിച്ചു വെച്ചേക്കുക. ആർക്കെങ്കിലും അറിയാമോ? ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി KSEB ആരംഭിച്ച പുരപ്പുറ സൗരോർജ പദ്ധതിയുടെ പേര് ചോദിച്ചിനം. യെസ്, പദ്ധതിയുടെ പേര് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? പദ്ധതിയുടെ പേര് എന്തോന്നാണ്? സൗരോർജമാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ പേര് എന്തു തന്നെയാണ്? സൗര എന്നാണ്. ഓക്കെ, പദ്ധതിയുടെ പേര് സൗര. ഫൗസി പറയുന്നത് സോളാറാണെന്ന്, പരാജയമായി പോയി. ഓക്കെ, ആൻസർ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ നാണിക്കൊന്നും വേണ്ട, ആൻസർ കമൻറ്റ് ചെയ്യൂ. ഫൗസി പറയുന്നത് സോളാർ എന്നാണ് പദ്ധതിയുടെ പേരെന്ന്. പക്ഷേ ഉത്തരം തെറ്റാണ്. ഉത്തരം സൗര എന്നാണ്. കറക്റ്റ് ബോഡി കിടപ്പുണ്ട്. പദ്ധതിയുടെ പേര് സൗര. കേരളത്തിൽ സൗര പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? കിട്ടുമല്ലോ. KSEB ആരംഭിച്ച പുരപ്പുറ സൗരോർജ പദ്ധതിയുടെ പേര് സൗര. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എഴുതിയെത്തിയ സ്പീഡ് കൂടി പോകുന്നെങ്കിൽ പറയണേ. യെസ്, അപ്പോൾ സൗര എന്നാണ് ആ പദ്ധതിയുടെ പേര്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം എഴുതിക്കോ. അടുത്ത ചോദ്യം KSEB അത് തന്നെയാണോ? ഒന്നും കൂടെ എഴുതി കയറ്റിക്കോണം. KSEB നവീകരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഏറ്റവും പുതിയ പദ്ധതിയുടെ പേര്. KSEB നവീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ KSEBയുടെ നവീകരണത്തിനായി ആരംഭിച്ച ഏറ്റവും പുതിയ പദ്ധതിയുടെ പേര് ചോദ്യചിഹ്നം. KSEBയുടെ നവീകരണത്തിന് വേണ്ടി ആരംഭിച്ച ഏറ്റവും പുതിയ പദ്ധതിയുടെ പേര് ചോദ്യചിഹ്നം. യെസ്, KSEB നവീകരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഏറ്റവും പുതിയ പദ്ധതിയുടെ പേര് ചോദ്യചിഹ്നം. യെസ്, KSEB നമുക്ക് തരുന്നത് എന്താണ്? KSEB വൈദ്യുതിയാണ് തരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് പദ്ധതിയുടെ പേര്. KSEB നവീകരിക്കുന്ന പദ്ധതി. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? KSEB നമുക്ക് തരുന്നത് വൈദ്യുതിയാണ്. അപ്പോൾ അതിൽ തന്നെ പദ്ധതിയുടെ പേരുണ്ട്. പദ്ധതിക്ക് ഒരു പേരിടൂ. KSEB നവീകരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയുടെ പേര്. ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫൗസി എല്ലാത്തിനും കമൻറ്റ് ചെയ്തതാണ്. കമൻറ്റ് ചെയ്യൂ. KSEB നവീകരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഏറ്റവും പുതിയ പദ്ധതിയുടെ പേര്. യെസ്, റെജി പറഞ്ഞത് കറക്റ്റാണ്. യെസ്, ഉത്തരം വൈദ്യുതിയാണ് തരുന്നത്. പദ്ധതിയുടെ പേര് ദ്യുതി. യെസ്, ബോർഡിലുണ്ട്. പദ്ധതിയുടെ പേര് ദ്യുതി എന്നാണ്. ഓക്കെ, KSEB വൈദ്യുതി തരുന്നു. അതിൽ വൈ അങ്ങ് എടുത്ത് കളഞ്ഞു. ദ്യുതി എന്നാണ് പദ്ധതിയുടെ പേര്. കിട്ടുമല്ലോ. അടുത്ത ചോദ്യം KSEB ഉപഭോക്തൃ സേവനത്തിന് വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ചോദിച്ചു. യെസ്, എഴുതൂ. KSEB ഉപഭോക്തൃ സേവനത്തിന് വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ചോദിച്ചിട്ടും KSEBയുമായി ബന്ധപ്പെട്ട എന്ത് പരാതിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് പറയാവുന്നതാണ്. അങ്ങനെ ഒരു ടോൾ ഫ്രീ നമ്പർ KSEB പുറത്തിറക്കിയിട്ടുണ്ട്. യെസ്, ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാമോ? KSEBയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? KSEBയുടെ ടോൾ ഫ്രീ നമ്പർ കമൻറ്റ് ചെയ്യാമോ? KSEBയുടെ ടോൾ ഫ്രീ നമ്പർ 109 112 എന്നാണ് ദീപ്തി പറയുന്നത്. 112 അടിയന്തര സാഹചര്യങ്ങളാണ്. എമർജൻസിയുടെ ടോൾ ഫ്രീ നമ്പറാണ് 112 കേട്ടോ നിലവിൽ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊന്നുമല്ല KSEB. നമ്മളെ വീട്ടിലെ കറണ്ട് ബില്ല് വരുമ്പോൾ നിങ്ങളെടുത്ത് നോക്കിയാൽ മതിയാകും. ഓക്കെ, വീട്ടിൽ ഇനി മുതൽ കറണ്ട് ബില്ല് മാസം വരുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ആ കറണ്ട് ബില്ലിൻ്റെ ഏറ്റവും ടോപ്പ്, ഏറ്റവും മേൽഭാഗത്ത് വലിയ ലെറ്ററിൽ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പർ. അതാ നോക്കൂ, 1912 നമ്മുടെ ടൈറ്റാനിക് ദുരന്തം നടന്ന വർഷം.
ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ. വൈദ്യുതി അല്ലെങ്കിൽ KSEB ഉപഭോക്തൃ സേവനത്തിന് വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1912 അല്ലെങ്കിൽ 1912 എന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ ആണോ പറഞ്ഞ പോയിന്റുകൾ? ഓക്കെ ആണോ? എഴുതിയെത്തിയ KSEBുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ എല്ലാം എഴുതിയെത്തിയ ഓക്കെയാണ്. റജിക്ക് ഓക്കെയാണ്. ഫെമിയെ കണ്ടില്ല, ആരതിയെ കണ്ടില്ല. യെസ്, എഴുതുന്നവർ പറയൂ, കൂടെ പറയൂ. ദീപ്തിക്ക് ഓക്കെയാണ്, അദീപ്തി ഓക്കെയാണ്, ഫെമി മുസ്തഫയ്ക്ക് ഓക്കെയാണ്. യെസ്, സന്തോഷം. ഓക്കെയാണോ? അപ്പോൾ നിങ്ങൾ കൂടെ പേനെ ഒന്ന് ചലിപ്പിച്ചോളണം. ബുക്കിൽ കൂടെ എഴുതിയിരിക്കുന്ന നോട്ട് കറക്റ്റാണെന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്നതിൽ മിസ്റ്റേക്ക് വരരുത്. നമ്മൾ നേരിട്ട് കണ്ട് പറയുന്ന കണക്കല്ലല്ലോ. അപ്പോൾ ഒന്ന് ഓർത്ത് ചെയ്യാം. ക്വസ്റ്റ്യൻ നിങ്ങൾ കൂടെ ഒന്ന് നോക്കിക്കോളണം, എഴുതിയിരിക്കുന്ന കറക്റ്റാണെന്ന് കേട്ടോ. അപ്പോൾ അടുത്തിടെ പിൻവലിച്ച ഡോക്ടർ എസ് സോമനാഥിൻ്റെ ആത്മകഥയുടെ പേര് നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നിന്നാണ് നമ്മൾ അഡീഷണൽ ആനുകാലിക ചോദ്യങ്ങൾ പഠിച്ചത്. നിലാവ് കുടിച്ച സിംഹങ്ങളിലെ നിലാവ് നമ്മളിങ്ങെടുത്തു. നിലാവിൻ്റെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിലെ തെരുവിളക്കുകൾ LED ആക്കുന്ന പദ്ധതിയുടെ പേരാണ് ഏത്? നിലാവ് എന്ന് നമ്മൾ പറഞ്ഞു. കിട്ടുമല്ലോ, സിമ്പിളാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പുരപ്പുറ എന്ന് എഴുതിയിട്ടുണ്ട്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി KSEB ആരംഭിച്ച പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയുടെ പേരെന്താണ്? സൗര. അത്രയാണ് പറഞ്ഞത്. കിട്ടുമോ? നേരെ നമ്മൾ ദ്യുതിയിലേക്ക് ചാടി. എന്നാണ് KSEB നവീകരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഏറ്റവും പുതിയ പദ്ധതിയുടെ പേര് ദ്യുതി എന്നാണെന്ന് പറഞ്ഞു. അവസാനമായിട്ട് പറഞ്ഞു KSEB ഉപഭോക്തൃ സേവനത്തിന് വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് 1912 ആണ് എന്നും കൂടി പറഞ്ഞു കേട്ടോ. നമ്മുടെ ടൈറ്റാനിക് ദുരന്തം. ഓക്കെ, ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മറിഞ്ഞ വർഷം പലവണ PC ചോദിച്ചാണ്. അതും 1912 ആണ് കേട്ടോ. അപ്പോൾ ടൈറ്റാനിക്കിലാണ് കറണ്ട് കിട്ടിയത്. അങ്ങനെയെല്ലാം പഠിച്ചാൽ മതി. അപ്പോൾ വൈദ്യുതിയും കൂടെ പഠിച്ചു വയ്ക്കാം. കിട്ടുമല്ലോ. ടൈറ്റാനിക് കപ്പലിലാണ് കറണ്ട് കണക്ഷൻ കൊടുത്തത്. അങ്ങനെയെല്ലാം പഠിക്കണം. അപ്പോൾ 1912 ആണ് KSEB ടോൾ ഫ്രീ നമ്പർ എന്നും കൂടി കിട്ടും. നിങ്ങൾ കറണ്ട് ബില്ല് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞ നോട്ടുകൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? എഴുതിയിരിക്കുന്ന കറക്റ്റ് അല്ലേ? നോട്ട്ബുക്ക് ക്ലിയർ ആയിക്കോളൂ. ഓക്കെ ആണോ? പോകാമോ? ഓക്കെ, ദീപ്തി ഓക്കെയാണ്, മേഘ ഓക്കെയാണ്. യെസ്, ക്ലിയർ തന്നെയല്ലോ. ദീപ്തി, ഫൗസി ഓക്കെയാണ്. യെസ്, ഇതാ നോക്കൂ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അതാ നോക്കൂ, റജി ഓക്കെയാണ്. യെസ്, ആൽഫിയ ഷമീർ ഓക്കെയാണ്. യെസ്, ഇതാ നോക്കിയാണ് സംഭവങ്ങൾ. ഇനി നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് അടുത്തൊരു ചോദ്യം കൂടെ പഠിച്ചു വയ്ക്കുന്നു. നോക്കൂ, സിംഹങ്ങൾ എന്നൊരു വാക്ക് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ചോദ്യം കൂടെ നിങ്ങൾ എഴുതി വെച്ചോ. തൊട്ട് താഴെ എഴുതിക്കോ. അടുത്ത ചോദ്യം, ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചിരുന്നു. ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചിരുന്നു. ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചിരുന്നു. യെസ്, ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാം. അതിൽ തന്നെ ഉണ്ടേ പദ്ധതിക്ക് ഒരു പേരിട്ടാണ്. ഫൗസി ഒരു പേരിടൂ, ആരതി പേരിടൂ, മേഘ പേരിടൂ. ആ പദ്ധതിക്ക് സിംഹങ്ങളെ, ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര് അതിൽ തന്നെ ഉണ്ട്. പദ്ധതിയുടെ പേര് പറയൂ. നോക്കിയാണ്. സിംഹത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്തോന്നാണ് പറയുന്നത്? ഇംഗ്ലീഷിൽ നമ്മൾ ലയൺ എന്നല്ലേ പറയുന്നത്. പദ്ധതിയുടെ പേര് അതിൽ തന്നെ ഉണ്ട്, പ്രോജക്റ്റ് ലയൺ. യെസ്, ബോർഡിലുണ്ട്. പ്രോജക്റ്റ് ലയൺ എന്നാണ് പദ്ധതിയുടെ പേര്. പ്രോജക്റ്റ് സിംഹം. ഓക്കെ അല്ലേ? പഴയ GK നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾ വേറെ കുറേ പ്രോജക്റ്റുകളൊക്കെ കേൾക്കാറുണ്ട്. പ്രോജക്റ്റ് ടൈഗർ, പ്രോജക്റ്റ് എലിഫൻറ്റ്, പ്രോജക്റ്റ് ചീറ്റ, പ്രോജക്റ്റ് റൈനോ. ഏറ്റവും ലേറ്റസ്റ്റ് പ്രോജക്റ്റ് ലയണിനും ഇന്ത്യയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? പ്രഖ്യാപിച്ചത് മോദിയാണെന്ന് കൂടി നിങ്ങളിവിടെ നിന്ന് ഓർത്തു വെച്ചിരിക്കാം. യെസ്, കഴിഞ്ഞ എഴുതിയെത്തിയ ലാസ്റ്റ് പോയിന്റ്, ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മോദി ആരംഭിച്ച പദ്ധതിയുടെ പേര് പ്രോജക്റ്റ് ലയൺ ആണ് എന്നുകൂടി അവിടെ നിന്ന് ഓർത്തു വയ്ക്കുക. ഫൗസി ഓക്കെ, സന്തോഷം. പോകാമല്ലോ. ആരതി കൃഷ്ണൻ, യെസ്, സന്തോഷം. കണ്ടേ. ഓക്കെ, മേഘ ഓക്കെയാണ്. യെസ്, പോകാമല്ലോ. അടുത്ത ചോദ്യം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നമ്പറിട്ട് താഴോട്ട് എഴുതി പോയാൽ മതി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം എഴുതിക്കോ. ISROയുടെ നേതൃത്വത്തിൽ എഴുതൂ. ISROയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ എഴുതിയെടുക്കണം. ISROയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒന്ന് വായിക്കൂ. വിർച്വൽ സ്പേസ് മ്യൂസിയം.
വിർച്വൽ സ്പേസ് മ്യൂസിയം. ISROയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ വിർച്വൽ സ്പേസ് മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, നിങ്ങളതിൽ നിന്ന് പഠിച്ചു വെച്ചോളണം. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ് കേട്ടോ. ISROയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവം, ISROയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വിർച്വൽ സ്പേസ് മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം. ഓക്കെയാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിർച്വൽ സ്പേസ് മ്യൂസിയം എന്താണ് എന്ന് ചോദിച്ചാൽ കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു മ്യൂസിയമാണ് എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും കിട്ടുമല്ലോ. ആ മ്യൂസിയത്തിനകത്ത് എന്താണ് പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ISROയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ എല്ലാ ദൗത്യങ്ങൾ അറിയാമല്ലോ. ആര്യഭട്ടം മുതൽ ഇങ്ങേറ്റം നമ്മുടെ ചന്ദ്രയാൻ, ആദിത്യ അതുവരെയുള്ള. ഓക്കെ, അപ്പോൾ ഏകദേശം ചന്ദ്രയാൻ വരെയുള്ള ISROയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ എല്ലാ ചിത്രങ്ങളും രേഖകളും വീഡിയോകളും ഉൾക്കൊള്ളുന്ന മ്യൂസിയമാണ് വിർച്വൽ സ്പേസ് മ്യൂസിയം. ആ പേരിൽ ചരിത്രത്തിലാദ്യമായാണ് ISRO ആരംഭിക്കുന്നത്. ഇത് എവിടെയാണെന്നാണ് ചോദ്യം. നിങ്ങൾ സ്റ്റേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഇന്ത്യയിലകത്തെ വിർച്വൽ സ്പേസ് മ്യൂസിയം വന്ന സ്റ്റേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഫൗസി കമൻറ്റ് ചെയ്യൂ, ആരതി കമൻറ്റ് ചെയ്യൂ, മേഘ കമൻറ്റ് ചെയ്യൂ. ഇന്ത്യയിലകത്തെ ISROയുടെ നേതൃത്വത്തിലുള്ള വിർച്വൽ സ്പേസ് മ്യൂസിയം വന്ന സംസ്ഥാനം ആദ്യം പറയും. ഏത് സംസ്ഥാനം? വെറുതെ ഒന്ന് ഗസ് ചെയ്യാമോ? പടപട അടിച്ചു വിടൂ. ഏത് സ്റ്റേറ്റുകളുടെ വിർച്വൽ സ്പേസ് മ്യൂസിയം വന്ന സംസ്ഥാനം ഏതാണ്? വിർച്വൽ സ്പേസ് മ്യൂസിയം ആതിര യു പി അല്ല. ആൽഫിയ ഷമീർ മിസ്റ്റേക്കാണ്. യു പി അല്ല. യെസ്, വിർച്വൽ സ്പേസ് മ്യൂസിയം വന്ന സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് അല്ല. ഫൗസി അടുത്തെത്തി. ആന്ധ്രാപ്രദേശ് അടുത്തെത്തി. ISROയുടെ ആസ്ഥാനോട് അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ISROയുടെ ആസ്ഥാനോടെയാണ് കർണാടക കേട്ടോ. അപ്പോൾ അതും കൂടെ പഠിച്ചു വെച്ചോ. ഉത്തരം കർണാടകയിലെ ബാംഗ്ലൂർ തന്നെയാണ്. ബംഗളൂരു എന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ബംഗളൂരു. യെസ്, ബംഗളൂരുവിലാണ്. ബംഗളൂരു. യെസ്, ഓക്കെ തന്നെ. കർണാടകയിലെ ബംഗളൂരുവിലാണ് നിലവിലെ ISROയുടെ ചരിത്രത്തിലകത്തെ വിർച്വൽ സ്പേസ് മ്യൂസിയം വന്നിരിക്കുന്നത്. കിട്ടുമല്ലോ. അടുത്ത പോയിന്റ് തൊട്ട് താഴ്ത്തിക്കോ. ഈ മ്യൂസിയത്തിന് ISRO നൽകിയ പേര് ചോദ്യചിഹ്നം. ISROയുടെ ചരിത്രത്തിലകത്തെ വിർച്വൽ സ്പേസ് മ്യൂസിയത്തിന് അല്ലെങ്കിൽ ഈ മ്യൂസിയത്തിന് ISRO നൽകിയ പേര് ചോദ്യചിഹ്നം. ഓക്കെ, ഈ മ്യൂസിയത്തിന് ISRO ഒരു പേരും കൂടെ കൊടുത്തിട്ടുണ്ട്. പേരും കൂടെ എഴുതി വെച്ചോ. പേരാണ് അതാ നോക്കൂ, സ്പാർക്ക്. എഴുതി വെച്ചോളണം. സ്പാർക്ക് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ISROയുടെ ചരിത്രത്തിൽ യെസ്, റജിക്ക് കറക്റ്റ് കിട്ടി. യെസ്, സൂപ്പർ. ഓക്കെ, ആ മ്യൂസിയത്തിന് ISRO നൽകിയ പേര് സ്പാർക്ക് എന്നാണ്. സ്പാർക്ക് അല്ലെങ്കിൽ തീപ്പൊരി കിട്ടുമല്ലോ. സ്പാർക്ക് എന്നാണ് ആ മ്യൂസിയത്തിൻ്റെ പേര് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർലേ? ISROയുടെ ചരിത്രത്തിനകത്ത് സ്പേസ് മ്യൂസിയത്തിൻ്റെ പേര്, വിർച്വൽ സ്പേസ് മ്യൂസിയത്തിൻ്റെ പേര് നിലവിൽ വന്ന കർണാടകയിൽ മ്യൂസിയത്തിന് ISRO നൽകിയ പേര് സ്പാർക്ക്. തൊട്ട് താഴ്ത്തിക്കോ. സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ച വ്യക്തി. സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ച വ്യക്തി ചോദ്യചിഹ്നം. സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ച വ്യക്തി ചോദ്യചിഹ്നം. യെസ്, സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ചത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത ആരെന്നാണ് ചോദ്യം. ഉദ്ഘാടനം ചെയ്ത ആരും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നരേന്ദ്രമോദി. ഫെമി മുസ്തഫ കൊള്ളാം, ശാപം കിട്ടിയ മനുഷ്യൻ. പക്ഷേ ഉത്തരം തെറ്റാണ്. ഞാൻ പ്രതീക്ഷിച്ച ഉത്തരമാണ് മോദി. പക്ഷേ ഉത്തരം മോദി അല്ല. അതാണ് ട്വിസ്റ്റ്. സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ച വ്യക്തി ആര്? മോദിയല്ല. വേറെ? സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ച വ്യക്തി വേറെ എല്ലാവരും കൂടെ പോയി കമൻറ്റ് ചെയ്യൂ. വേറെ ആരുണ്ടോ സ്പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ വ്യക്തി? യെസ്, നോക്കൂ ആരെന്ന്. പ്രണവ് മുഖർജിയാ. കൊള്ളാം. യെസ്, നോക്ക്, ഇങ്ങനെ ഒരാളുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ആൾ തന്നെ, ഡോക്ടർ S സോമനാഥ്. ഡോക്ടർ S സോമനാഥ് തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ISRO ചെയർമാനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ S സോമനാഥ്. ഇന്ത്യയിലെ ആദ്യത്തെ S സോമനാഥ്. കറക്റ്റ്. റജിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. S സോമനാഥാണ് കേട്ടോ. ISROയുടെ വിർച്വൽ സ്പേസ് മ്യൂസിയമായ സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ചത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഡോക്ടർ S സോമനാഥാണ്. ISRO ചെയർമാനാണ്. ഓർമ്മയുണ്ടല്ലോ. 10ാമത് ചെയർമാൻ, 5ാമത് മലയാളി, ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ. ഇങ്ങനെ അങ്ങ് പഠിക്കണം. കണക്ട് ചെയ്യേണ്ടത് വായിച്ചങ്ങ് കിട്ടാൽ മതി. സിമ്പിളാണ്, കിട്ടുമല്ലോ. യെസ്, തൊട്ട് താഴെ എഴുതിക്കോ. സ്പാർക്ക് ഉദ്ഘാടനം ചെയ്ത ദിവസം, ആ ഡേറ്റ് ഒന്ന് പഠിക്കണം കേട്ടോ. സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ച ദിവസം, വർഷം മാസം തീയതിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്പാർക്ക് ഉദ്ഘാടനം ചെയ്ത ദിവസം ചോദ്യചിഹ്നം. സ്പാർക്ക് ഉദ്ഘാടനം ചെയ്ത ദിവസം ചോദ്യചിഹ്നം. സ്പാർക്കിൻ്റെ ഇനാഗുറേഷൻ അല്ലെങ്കിൽ അത് രാജ്യത്തിന് സമർപ്പിച്ചു ഡോക്ടർ S സോമനാഥ്. അത് രാജ്യത്തിന് സമർപ്പിച്ച ദിവസം എന്നാണ് നമ്മുടെ ചോദ്യം. യെസ്, ആ ഡേറ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളണം. 2022 ഓഗസ്റ്റ്
ഓഗസ്റ്റ് 10. യെസ്, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. ISROയുടെ ആദ്യത്തെ വിർച്വൽ സ്പേസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത ദിവസം 2022 ഓഗസ്റ്റ് മാസം 10 ആര് ഉദ്ഘാടനം ചെയ്തു? ഡോക്ടർ എസ് സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. ക്ലിയർ ആണോ? എഴുതിയെത്തിയ പോയിന്റുകൾ. ഡോക്ടർ എസ് സോമനാഥ് സ്പാർക്ക് ഉദ്ഘാടനം ചെയ്ത ദിവസം 2022 ഓഗസ്റ്റ് മാസം 10. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സ്പാർക്ക് ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഫൗസി. ഓക്കെയാണ്. യെസ്, സന്തോഷം. നോട്ട് ക്ലിയർ ആയിട്ട് എഴുതിയെടുത്തോളണേ. യെസ്, അവർ 2022 ഓഗസ്റ്റ് 10 ആതിര, ആരതി കൃഷ്ണൻ ഓക്കെയാണ്. ആതിര JB ഓക്കെയാണ്. ആരതിക്ക്, മേഘയ്ക്ക് ഓക്കെയാണ്. യെസ്, അപ്പോൾ നമുക്ക് വിട്ടുപോകാം. ഓക്കെ, സമയമില്ല, വിട്ടുപോകൂ. 2022 ഓഗസ്റ്റ് 10 സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ തൊട്ട് താഴെ നിങ്ങൾ എഴുതിക്കും ഓഗസ്റ്റ് 10 എന്ന് എഴുതണം. അടുത്ത പോയിന്റ് ഓഗസ്റ്റ് 10 ഹൈഫൺ. ഓഗസ്റ്റ് 10 ആനുകാലികത്തെ സംബന്ധിച്ച് പുതിയൊരു ദിനം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 10 എന്ത് ദിനമാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഒരു മൃഗവുമായി ബന്ധപ്പെട്ട ദിനമാണ്. ലോക എന്ത് ദിനമാണ് ഓഗസ്റ്റ് 10? കമൻറ്റ് ചെയ്യാമോ? ലോക ഏത് മൃഗം? ഇഷ്ടപ്പെട്ടൊരു മൃഗത്തെ കമൻറ്റ് ചെയ്യും. ലോക കമൻറ്റ് ചെയ്യാമോ? ലോക എന്ത് ദിനമുണ്ടേ? ലോക എന്ത് ദിനമാണ് ഓഗസ്റ്റ് 10 എന്ന് പറയുന്നത്? ലോക DP പറയുന്നു ലയണാണ്, സിംഹം. യെസ്, ഉത്തരം കറക്റ്റാണ്, ലയണാണ്. ലോക സിംഹദിനം. യെസ്, അതോടെ എഴുതി വയ്ക്കൂ. ലോക സിംഹദിനമാണ് ഓഗസ്റ്റ് 10. ലോക സിംഹദിനം ഓർമ്മയുണ്ടല്ലോ. ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മോദി പ്രഖ്യാപിച്ച പദ്ധതി പ്രോജക്റ്റ് ലയൺ. ഇങ്ങനെയങ്ങ് പഠിക്കണം. ഓക്കെ തന്നെ. ഒരു വാക്ക് കിട്ടുമ്പോൾ തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ ലെവലിലേക്ക് പഠിച്ച് വരും. അപ്പോൾ ലോക സിംഹദിനം ഓഗസ്റ്റ് 10 എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ലോക സിംഹദിനത്തിന് എന്നാണ് സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ചത് എന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടും. സിമ്പിൾ. തൊട്ട് താഴെ ഒന്നും കൂടെ എഴുതും ഓഗസ്റ്റ് 10. യെസ്, ഓഗസ്റ്റ് 10 പുതിയ മറ്റൊരു ദിനം കൂടെ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ആ ദിവസത്തിന്. ഓഗസ്റ്റ് 10 മറ്റൊരു ദിനം കൂടെയാണ്. അതും കൂടെ എഴുതി വെച്ചോ. ലോക വായിക്കാമോ? ജൈവ ഇന്ധന ദിനം. ഓക്കെ, വേൾഡ് ബയോഫ്യൂൽ ഡേ കേട്ട് കാണും. ലോക ജൈവ ഇന്ധന ദിനം. അതും കൂടെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ഇതാണ് ലോക ജൈവ ഇന്ധന ദിനം. ഇന്ധനം അടിച്ചാണ് ആരോടുന്നത്? സിംഹം ഓടുന്നത് എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടും. ഇന്ധനം ഉണ്ടല്ലോ, എണ്ണ അടിച്ചാണ് ആരോടുന്നത്? സിംഹം കാട്ടിക്കിടന്ന് ഓടുന്നത്. അങ്ങനെ പഠിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ജൈവ ഇന്ധന ദിനം, ലോക സിംഹദിനം, രണ്ടും ഓഗസ്റ്റ് 10. 2022 ഓഗസ്റ്റ് 10 സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ചത്. കിട്ടുമല്ലോ. തൊട്ട് താഴെ 2 പോയിൻ്റ് അടുപ്പിച്ചെഴുതണം. ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങളതൊരു പെട്ടിക്കകത്താക്കിയിട്ട് പഠിച്ചോളണം. പലതവണ PSC ചോദിച്ച ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. കിട്ടോ? അപ്പോൾ ഓഗസ്റ്റ് 10 എന്ന് പറയുന്നത് ലോക ജൈവ ഇന്ധന ദിനമാണ് കേട്ടോ. അപ്പോൾ PSC പലതവണ ചോദിച്ച മറ്റൊരു ജൈവമുണ്ട്, നിങ്ങൾ കേട്ട് കാണും. ലോക ജൈവ വൈവിധ്യ ദിനം. യെസ്, പഠിച്ചവർ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്. വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. യെസ്, ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്. ജൈവ വൈവിധ്യ ദിനം എന്നാണ്. കമൻറ്റ് ചെയ്യാൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യം. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്. ലോക ജൈവ വൈവിധ്യ ദിനമെന്ന് യെസ്, കേട്ടിട്ടില്ലല്ലോ. യെസ്, അപ്പോൾ തൊട്ട് എഴുതൂ. മെയ് മാസം 22. മെയ് മാസം 22 കിട്ടോ. മറ്റത് ലോക ജൈവ ഇന്ധന ദിനമാണ്. തിരിഞ്ഞു പോകരുത്. ഒന്ന് ലോക ജൈവ ഇന്ധന ദിനം, ഇത് ജൈവ വൈവിധ്യ ദിനം. കിട്ടോ? ലോക ജൈവ വൈവിധ്യ ദിനം മെയ് മാസം 22 അത് 1 പോയിൻറ്റ്. തൊട്ട് താഴെ ഒന്നും കൂടെ എഴുതിക്കോ. എന്നിട്ട് ഈ 2 പോയിൻ്റ് കൂടെ പെട്ടിക്കകത്തായിക്കോണം. തൊട്ട് താഴെ 1 പോയിൻ്റ് കൂടെ എഴുതിക്കോ. കേരളത്തിലെ ആദ്യത്തെ ജൈവ സെയിം സാധനം തന്നെ. ജൈവ വൈവിധ്യ മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം. കേരളത്തിലകത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം ചോദിച്ചിട്ടാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ജൈവ വൈവിധ്യ ദിനം മെയ് മാസം 22 ലോകത്തിലകത്തെ ജൈവ വൈവിധ്യ മ്യൂസിയം വന്ന സ്ഥലം ചോദിച്ചിട്ടാണ്. അപ്പോൾ അത് സ്ഥലം കൂടെ നിങ്ങൾ അവിടെ നിന്ന് ഓർത്ത് വെച്ചേക്കുക. ജൈവ വൈവിധ്യ മ്യൂസിയം വന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാ നോക്കൂ. ഏത് കടവാണ്? വള്ളക്കടവാണ് എന്ന് ഓർത്തു ചെയ്യുക. ഏതാണ് വള്ളക്കടവ് എന്ന് പറയും? വള്ളക്കടവ് ഏത് ജില്ലയിലാണ്? അതെങ്കിലും കമൻറ്റ് ചെയ്യൂ. വള്ളക്കടവ് ഏത് ജില്ലയിലാണ്? കേരളത്തിലകത്ത് ജൈവവൈവിധ്യ മ്യൂസിയം നിലവിൽ വന്ന വള്ളക്കടവ് ഏത് ജില്ലയിലാണ്? ഫൗസി ട്രിവാൻഡ്രമാണെന്ന് പറയുന്ന ഉത്തരം കറക്റ്റാണ്. യെസ്, വള്ളക്കടവ് തിരുവനന്തപുരം. യെസ്, വള്ളക്കടവ് തിരുവനന്തപുരം. യെസ് കണ്ടു. യെസ്, ഈ പോയിൻ്റ് പെട്ടിക്കകത്താക്കിയിട്ട് അഡീഷണലായിട്ട് പഠിച്ചു വെച്ചോളൂ. എന്നിട്ട് സമാധാനത്തിലൊന്ന് വായിക്കൂ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ. ഓക്കെയാണ്? ഏറ്റവും ലേറ്റസ്റ്റ് എല്ലാ പോയിന്റുകളും എൻ്റെ കയറ്റിയിട്ടുണ്ട്.
ഓക്കെ ആണോ? പറഞ്ഞ പോയിന്റുകളെല്ലാം കിട്ടുന്നുണ്ടോ? യെസ്, ഫൗസി ഓക്കെ അല്ലേ? റിജി ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ബുക്ക് ഒന്ന് നോക്കിയോ, നമുക്കൊന്ന് പറയാം. നിങ്ങൾ മനസ്സിൽ ഒന്ന് ഓർത്തെടുക്കാനും കൂടെ ശ്രമിക്കൂ, കിട്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് ISROയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നോട്ട്ബുക്ക് കറക്റ്റ് ആണോ നോക്കിയോ. ISROയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വിർച്വൽ സ്പേസ് മ്യൂസിയം വന്ന സ്ഥലം അത് കർണാടകയിലെ ബംഗളൂരുവിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ മ്യൂസിയത്തിന് ISRO ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആ മ്യൂസിയത്തിന് ISRO കൊടുത്ത പേരാണ് എന്തോന്ന്? സ്പാർക്ക് എന്ന് നമ്മൾ പറഞ്ഞു, കിട്ടുമല്ലോ, സ്പാർക്ക്. അതിൽ നിന്ന് നമ്മൾ പഠിച്ചു സ്പാർക്ക് എന്ന മ്യൂസിയം രാജ്യത്തിന് സമർപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരെന്ന് വെച്ചാൽ അത് ISRO ചെയർമാൻ തന്നെയാണ്, ഡോക്ടർ S സോമനാഥ് തന്നെയാണ് എന്ന് നമ്മൾ അവിടെ പഠിച്ചു. വിർച്വൽ സ്പേസ് മ്യൂസിയം അല്ലെങ്കിൽ സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ച ദിവസം എന്ന് ചോദിച്ചാൽ സ്പാർക്ക്, യെസ്, മേഘ കണ്ടു. യെസ്, അപ്പോൾ സ്പാർക്ക് രാജ്യത്തിന് സമർപ്പിച്ച ദിവസം എന്ന് നമ്മൾ ചോദിച്ചാൽ സമർപ്പിച്ച ദിവസം വന്നിട്ട് 2022 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് അത് രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. S സോമനാഥ് തന്നെയാണ്. ഓഗസ്റ്റ് 10-ൽ നിന്ന് 2 പ്രത്യേകതകൾ നമ്മൾ ആനുകാലികത്തിൽ നിന്ന് പഠിച്ചെടുത്തു. ഓഗസ്റ്റ് 10 എന്ന് പറയുന്നത് ഒരു മൃഗവുമായി ബന്ധപ്പെട്ടതാണ്, ലോക സിംഹദിനവുമാണ്. സിംഹം ഇന്ധനം അടിച്ചാണ് ഓടുന്നതെന്ന് പറഞ്ഞു. ലോക ജൈവ ഇന്ധന ദിനവുമാണ് ഓഗസ്റ്റ് 10 എന്ന് നമ്മൾ അവിടെ നിന്ന് ഓർത്തെടുത്തു, കിട്ടുമല്ലോ. അതിൽ നിന്ന് പഠിച്ചു. ജൈവ ഇന്ധനത്തിൽ നിന്ന് നമ്മൾ ജൈവ വൈവിധ്യം കൂടെ ഓർത്തു വെച്ചു. ലോക ജൈവ വൈവിധ്യ ദിനം, PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ദിനം ലോക ജൈവ വൈവിധ്യ ദിനം മെയ് മാസം 22-ാം തീയതിയാണ്. അതിൽ നിന്ന് നമ്മൾ പഠിച്ചു കേരളത്തിനകത്തെ ജൈവ വൈവിധ്യ മ്യൂസിയവും നമ്മൾ പഠിച്ചെടുത്തു. മ്യൂസിയം വന്നിട്ട് വള്ളക്കടവാണെന്ന് നമ്മൾ ഓർത്തെടുത്തു. വള്ളക്കടവ് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് കൂടി അവിടെ നിന്ന് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ പറഞ്ഞ പോയിന്റുകൾ? ഓക്കെ ആണോ? നോട്ട് എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? ക്ലിയർ?